ബംഗളൂരുവിലെ ചന്താപുരയിൽ മലയാളി കുടുംബത്തിന് നേരെ ആക്രമണം. സഹോദരിയെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ട സഹോദരനും ബന്ധുക്കൾക്കും നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു. അതായത് ഇന്നലെ രാത്രി 11:30 അനിയത്തിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ അവിടെ എത്തി. അനിയത്തി അവിടെ ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ച് ഒരു 300 മീറ്റർ പുറത്ത് എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ വിളിച്ച് ഇവിടെ കയറ്റുന്നില്ല, പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു അവിടുന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളപ്പോൾ ഇവിടെ തിരിച്ച് കൂട്ടി വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് തിരിച്ചു പോയപ്പോൾ ഞങ്ങളെ അവിടെ ചെന്ന പാടെ ഞങ്ങളെ കോമ്പൗണ്ട് അത് കയറാൻ തുടങ്ങുമ്പോഴേ തന്നെ റെഡ്ഡി എന്ന് പറയുന്ന ആള് ഞങ്ങൾക്ക് വരെ ഒരു കമ്പി കഷ്ണം കൊണ്ട് തല്ലാൻ വരുവാണ് ചെയ്തിരുന്നത്. പുള്ളിയുടെ മകനും ചേർന്ന് ഞങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങൾക്ക് 3 പേർക്കും പരിക്കുകളുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ ആക്രമിച്ചതിന്റെ കാരണം എന്താണെന്നാണ് അറിയാൻ കഴിയുന്നത്? വേണു, ഇന്നലെ രാത്രി 11:30 ഈ സംഭവം ഉണ്ടായത്. ബംഗളൂരുവിൽ 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നിലവിൽ ഈ പരാതി നൽകിയിട്ടുള്ള ആദർശിന്റെ സഹോദരി. ഇവർ ഇന്നലെ കുടുംബമായി ബംഗളൂരുവിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രിയോടെ ഈ സഹോദരിയെ കൊണ്ടുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചന്താപുരയിലെ ഈ സ്വകാര്യ ഹോസ്റ്റലിലേക്ക് ഇവർ പോയത്. അവിടെ 11:30 ഇവർ സഹോദരി അവിടെ കൊണ്ടുവിടുന്നു. അതിനുശേഷം ഇവർ മടങ്ങുന്നതിനിടെയാണ് സഹോദരി വിളിച്ചത്. അതായത് ഹോസ്റ്റലിന്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് സഹോദരി അവിടെ എത്തിയത്. അതിനുശേഷം ഈ ഹോസ്റ്റൽ ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ ഉടമയും മകനും ചേർന്ന് ഈ സഹോദരിയെ തടഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ മദ്യപിച്ചു എന്നുൾപ്പെടെ കാര്യങ്ങൾ ആരോപിച്ച് അവിടെ തടഞ്ഞു വെച്ച് അപമാനിച്ചു എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് അറിഞ്ഞതിന് ശേഷമാണ് ഈ ആദർശും അതോടൊപ്പം തന്നെ മറ്റു ബന്ധുക്കളും ചേർന്ന് തിരിച്ച് വീണ്ടും ആ ഹോസ്റ്റലിലേക്ക് പോയത്. അതിനിടെ ഇവർ ബന്ധുക്കളാണ് എന്നറിയാതെ തന്നെ ഇവർ ഒരു കാര്യവും ചോദിക്കാതെ ഇവരെ ആക്രമിച്ചു. അതായത് ഈ നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള ആദർശിനെ ഉൾപ്പെടെ ആക്രമിച്ചു എന്നതാണ് പറയുന്നത്. ഇരുമ്പ് വടി ഉൾപ്പെടെ എടുത്ത് ആക്രമിച്ചു എന്നതാണ്. ഇവർ മറ്റു പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ സുഹൃത്തുക്കളാണ്, മദ്യപിച്ചെത്തി എന്ന് കരുതിയാണ് ആക്രമിച്ചതെന്നാണ് പിന്നീട് ഈ ഹോസ്റ്റൽ ഈ നിലവിൽ ഈ കെട്ടിട ഉടമ ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്തായാലും പോലീസ് എത്തിയാണ് രാത്രി ഇവരെ പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. ഇവരുടെ വാഹനം ഉൾപ്പെടെ അവിടെ തടഞ്ഞു വെച്ചിരുന്നു. ഈ കെട്ടിട ഉടമയുടെ സംഘത്തിലുള്ള മറ്റു ചിലവരും അവിടെ എത്തി വാഹനം പിടിച്ചു വെക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. സമീപത്ത് നിന്ന് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് വന്നതിന് ശേഷമാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. നിലവിൽ ഇപ്പോൾ ഈ ആദർശിന്റെ പരാതിയിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. കെട്ടിട ഉടമ, മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നതാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.